അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണോട് മോശമായി സംസാരിച്ചതായി പരാതി. നഗരസഭയിൽ കോൺഗ്രസ് അധികാരത്തിലുള്ള ഘട്ടങ്ങളിൽ വനിതാ കൌൺസിലർമാർക്ക് പിന്തുണ ലഭിക്കാത്ത സാഹചര്യമാണുള്ളതെന്ന് CPIM മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ മാത്യു. മൂവാറ്റുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണോട് മോശമായി സംസാരിച്ചതായി പരാതി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. രജിതയാണ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിന് പരാതി നൽകിയത്. മൂവാറ്റുപുഴ നഗരസഭയിൽ കോൺഗ്രസ് അധികാരത്തിലുള്ള ഘട്ടങ്ങളിൽ വനിതാ കൌൺസിലർമാർക്ക് പിന്തുണ ലഭിക്കാത്ത സാഹചര്യമാണുള്ളതെന്ന് CPIM ഏരിയ സെക്രട്ടറി അനീഷ മാത്യു. കോൺഗ്രസിന്റെ തന്നെ വനിതാ കൌൺസിലർമാരെ നിരന്തരമായി ചീത്ത വിളിക്കുകയും അശ്ലീലമായി സംസാരിക്കുകയും സമരം നടത്തുകയും സമരം ഒത്തുതീർക്കുന്ന ഭരണസമിതിയായി മൂവാറ്റുപുഴ നഗരസഭ മാറിയെന്നും CPM മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ മാത്യു പറഞ്ഞു. കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ വനിതാ കൗൺസിലർമാർക്ക് ഒരിക്കലും ഒരു സപ്പോർട്ട് ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. അവിടെ കോൺഗ്രസിൻ്റെ തന്നെ വനിതാ കൗൺസിലർമാരായിട്ടുള്ള ആളുകളെ നിരന്തരമായി ചീത്ത വിളിക്കുക, അശ്ലീല വർത്തമാനങ്ങൾ പറയുക, അതിനെ തുടർന്ന് സമരം നടത്തുക, ആ വിഷയങ്ങൾ ഒത്തുതീർക്കുന്ന ഭരണസമിതിയായി മുനിസിപ്പൽ ഭരണസമിതി മാറുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനല്ലേ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ശ്രീമതി രജിത ഒരു പരാതി കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റിന് കൊടുത്തിരിക്കുകയാണ്. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ വളരെ മോശമായ രീതിയിൽ വർത്തമാനം പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇതിനു മുമ്പ് ആ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ ഭരണത്തിൽ ലൈല എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ തന്നെ ഒരു മുനിസിപ്പൽ കൗൺസിലർ മുനിസിപ്പാലിറ്റിക്ക് മുമ്പിൽ വന്നിരുന്ന് കുത്തിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിൽ ഒരു നിയന്ത്രണവുമില്ലാതെ, ഒരു മാന്യതയും പാലിക്കാതെ ഇത്തരത്തിൽ തോന്നിവാസങ്ങൾ കാണിക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് യോഗം വിളിക്കുകയാണ്. വളരെ രസകരമായിട്ടുള്ള സംഭവം, ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മുനിസിപ്പൽ ചെയർപേഴ്സൻ്റെ നേതൃത്വത്തിൽ കൗൺസിൽ അംഗങ്ങളെ വിളിച്ചുകൂട്ടി ഇങ്ങനെ ചീത്ത പറഞ്ഞത് രമ്യമായി പരിഹരിക്കണം എന്നതിന് വേണ്ടി ഒരു യോഗം വിളിച്ച് അതിൻ്റെ മിനിറ്റ്സിൻ്റെ കോപ്പി വരെ പുറത്തേക്ക് വരികയാണ്. എന്ത് അവസ്ഥയാണ് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത്തരത്തിൽ നടക്കുന്ന പ്രവർത്തികൾക്കെതിരായി ഇതിനൊരു അറുതി വരുത്തിയില്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ വിഷയങ്ങൾ എന്തും നടക്കട്ടെ, പക്ഷെ ജനങ്ങളെ ബാധിക്കുന്ന ഈ വിഷയങ്ങൾക്ക് ഒരറുതി വരുത്തിയില്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. ഒരു നിയന്ത്രണവുമില്ലാതെ മാന്യതയും പാലിക്കാതെയുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് നഗരസഭാ ഭരണസമിതി സ്വീകരിക്കുന്നതെന്നും ജനങ്ങളെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങൾക്ക് അറുതി വരുത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും അനീഷ മാത്യു കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്.